വനിതാ സംവരണത്തിനായിട്ടുള്ള ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സാകാൻ തടസ്സം നിന്നു പ്രതിപക്ഷം. അതിനെ തുടർന്ന് വലിയ വാക്പോര് നടക്കുന്നു. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ 8:30 രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു. ഒരു ബില്ല് പാർലമെന്റിൽ പാസ്സാകുന്നില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത്. അങ്ങനെ ഒരു എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഭിസംബോധന ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടോ? അങ്ങനെ ചെയ്തത് സത്യത്തിൽ വരുന്ന ഇലക്ഷനുകളെ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രചാരണത്തിന് വേണ്ടി തന്നെയല്ലേ? പ്രതിപക്ഷം അപ്പോൾ പറയുന്നത് ശരിയല്ലേ? ആ പ്രസംഗം ആവശ്യം തന്നെയായിരുന്നു. കാരണം ഇപ്പോൾ പാർലമെൻറ്റിൽ നടക്കുന്ന 2/3 മെജോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, വിപ്പ് എന്താണ്, അല്ലെങ്കിൽ അബ്സല്യൂട്ട് സിമ്പിൾ മെജോറിറ്റി എന്താണെന്ന് സാധാരണ ജനങ്ങൾക്ക് ഒന്നും അറിയില്ല. ബില്ല് പാസ്സായില്ല എന്ന് മാത്രമേ പറയുള്ളൂ. ആ ബില്ല് പാസ്സായില്ല, അപ്പോൾ സർക്കാരിന് ഇത്രയേ ഉള്ളൂ വില എന്നേ സാമാന്യ ജനങ്ങൾ പറയുള്ളൂ. ഈ 2/3 മെജോറിറ്റി എന്നുള്ള കാര്യങ്ങൾ ഇന്നലെ തന്നെ പലരോട് സംസാരിക്കുമ്പോൾ വനിതാ ബില്ലിന് 2/3 മെജോറിറ്റി ആവശ്യമില്ല എന്ന് എന്നോട് സംസാരിച്ച ആൾക്കാരുണ്ട്. അവർക്കറിയില്ല അത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിന് എല്ലാത്തിനും 2/3 ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആണ്. അപ്പോൾ അവർ പറഞ്ഞു 2023 ഓൾറെഡി പാസ്സായതല്ലേ. അപ്പോൾ 2023 പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ്റെ മോഡാലിറ്റീസാണ് ഈ ബില്ലിൽ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ 2023 അമെൻമെൻറ്റിൻ്റെ പുറത്തുള്ള അമെൻമെൻറ്റാണത്. അപ്പോൾ ഇറ്റ് ഈസ് അഗെയിൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ്. 2/3 വേണം. ഇത്തരം ടെക്നിക്കാലിറ്റീസ് സാധാരണഗതിയിൽ ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ ആൾക്കാരത് ബോധ്യപ്പെടുത്തണം, എന്തുകൊണ്ട് ഈ ബില്ല് തോറ്റു, അത് സർക്കാരിൻ്റെ കഴിവുകേടാണോ അല്ലെങ്കിൽ എന്താണ് എന്നുള്ള ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെങ്കിൽ അങ്ങനത്തെ ഒരു രാജ്യത്തോടായുള്ള അഭിസംബോധന ആവശ്യമാണ്. അതാണ് അദ്ദേഹം ചെയ്തത്. പക്ഷെ അതിനൊപ്പം തന്നെ പ്രധാനമന്ത്രി രാഷ്ട്രീയക്കാരനും കൂടിയാണ്. പ്രധാനമന്ത്രി മാത്രമല്ലല്ലോ. അപ്പോൾ ഇലക്ഷനും അദ്ദേഹത്തിൻ്റെ പെർവ്യൂവിൽ വരും. ഇലക്ഷൻ ജയിക്കേണ്ടത് പ്രധാനമന്ത്രിയുടെ ഒരു പ്രധാനപ്പെട്ട സ്റ്റാർ ക്യാമ്പയിനർ, എന്താ പറയുക, ചീഫ് സ്റ്റാർ ക്യാമ്പയിനർ അദ്ദേഹമാണല്ലോ, മോസ്റ്റ് കരിസ്മാറ്റിക് ലീഡർ. സ്വാഭാവികമായും പ്രതിപക്ഷം പറഞ്ഞ ഒരു ആരോപണം കൂടിയാണ്. ഇപ്പോൾ വരുന്ന തിരഞ്ഞെടുപ്പുകൾ കേരളം കഴിഞ്ഞു, പക്ഷെ കേരളത്തിനേക്കാൾ കൂടുതൽ ഈ ഒരു രീതിയിലുള്ള നീക്കം ഗുണം ചെയ്യുക കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിലെ പ്രചാരണത്തിന് ഉപയോഗിക്കുമ്പോഴാണ്. അപ്പോൾ ആ പ്രചാരണം തന്നെയാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ പറയുന്നു അങ്ങനെയല്ല, ഞങ്ങൾ വനിതകൾക്കൊപ്പമാണ്. എന്നിട്ട് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ഭ്രൂണഹത്യ എന്ന് പറയേണ്ടതില്ല, ഭ്രൂണഹത്യ നടത്തി എന്നുള്ള രീതിയിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള വാക്കുകളാണ്, നിശിതമായിട്ടുള്ള വിമർശനമാണ്. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അതൊക്കെ വെച്ച് പറയേണ്ടതായിരിക്കും. പക്ഷേ ഒരു പ്രചാരണത്തിന് വേണ്ടി ഒരു ബില്ല് കൊണ്ടുവന്ന് പാർലമെന്റിൽ പാസ്സാകില്ലെന്നറിഞ്ഞിട്ട് കൊണ്ടുവരുന്നു. എന്നിട്ട് പാസ്സാകാതിരിക്കുമ്പോൾ അതിനെ പ്രതിപക്ഷത്തിനെതിരെയുള്ള ആയുധമായിട്ട് ഉപയോഗിക്കുന്നു. തുടർന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ കുടുംബവാഴ്ച, ഭ്രൂണഹത്യ തുടങ്ങിയിട്ടുള്ള പദങ്ങൾ ഉപയോഗിക്കുന്നു. അത് ഉചിതമായതാണോ? അതിൽ ഔചിത്യക്കുറവൊന്നുമില്ല. കാരണം രാഷ്ട്രീയത്തിൽ നിശ്ചിതമായ വാക്കുകൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് പരസ്പര ആരോപണം ഉന്നയിക്കുക. ഇപ്പോൾ കോൺഗ്രസ് ഉപയോഗിക്കുന്ന വാക്കുകൾ എന്തൊക്കെ? അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്തില്ലേ? ചായ കച്ചവടക്കാരനെ ഇവിടെ എന്താ കാര്യമെന്ന് ചോദിച്ചിട്ടില്ലേ? അതേ തട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പുറത്ത് വിമർശിക്കണമെന്നില്ലല്ലോ. അത് ഇതുവരെ BJP പലപ്പോഴും കോൺഗ്രസ് വാവിട്ട വാക്കുകൾ കൊണ്ട് പറയുമ്പോഴും തിരിച്ചുള്ള മറുപടി എന്ന് പറയുന്നത് അത്തരത്തിലല്ല. അതല്ലാതെ വളരെ കാര്യകാരണ സഹിതമാണ് പലപ്പോഴും വിമർശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് പലപ്പോഴും വായടഞ്ഞു പോയിട്ടുള്ള സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത്തവണ കണ്ടത് അതല്ല. ഒരു രാഷ്ട്രീയ പ്രചാരണ ആയുധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് BJP കളിച്ച നാടകമായിട്ടല്ലേ ജനത്തിനത് തോന്നുക? ജനത്തിന് തോന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ബില്ലിനെ അനുകൂലിക്കുന്ന ജനം എന്ന് പറയുന്ന ആൾക്കാരിൽ ഒരു സ്ത്രീ വോട്ടേഴ്സ് ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. അവരിത് കാണാൻ എന്തുകൊണ്ട് ഈ പ്രതിപക്ഷത്തിന് അത് അംഗീകരിക്കാമായിരുന്നില്ലേ, അതിൻ്റെ ഒപ്പം നിൽക്കാമായിരുന്നില്ലേ എന്ന് അവർക്ക് ചിന്തിച്ചൂടെ? കാരണം ഇതെന്താ, ഇതേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ബില്ലല്ലല്ലോ, ഒരു മതത്തിന് വേണ്ടിയുള്ള ബില്ലല്ലല്ലോ, അല്ലെങ്കിൽ ഒരു പ്രത്യേക സമൂഹത്തിന് വേണ്ടിയല്ലോ, മുഴുവൻ സ്ത്രീ സമൂഹത്തിനല്ലേ. അപ്പോൾ ആ സമയത്ത് ജനങ്ങൾ ഇതിനെ രാഷ്ട്രീയമായിട്ട് കാണുന്നതിന് അല്ല കാണുക. തീർച്ചയായിട്ടും അവർക്ക് വന്നൊരു അവകാശം കവർന്നെടുത്തവർക്കെതിരായുള്ള അറ്റാക്കായിട്ടേ കാണുള്ളൂ. പിന്നെ ഈ നിശ്ചിതമായ വാക്കുകൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ മിനിയാന്ന് സഭയിൽ നടന്നത് അങ്ങനത്തെ തെറ്റാണ്.
കാരണം ഭാവിയിൽ ഈ ഇവിടെ നാട്ടിൻ്റെ ജനാധിപത്യത്തിലെ കുടുംബവാഴ്ചയും അതുപോലത്തെ കാര്യം, ഇപ്പോൾ കുടുംബവാഴ്ച എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്സ് മാത്രമല്ല, അവരോട് അടുപ്പം നിൽക്കുന്ന കിച്ചൺ ക്യാബിനറ്റ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. ഈ ആൾക്കാർക്കൊക്കെ മാത്രം സഭയിൽ പ്രാതിനിധ്യം മതി, അല്ലാത്തവർക്ക് വേണ്ട എന്ന് പറയുന്ന ഇന്ന് വ്യത്യസ്തമായിട്ട് സ്ത്രീകൾ അവരുടെ ഈ കിച്ചൺ ക്യാബിനറ്റിലുള്ള ആൾക്കാരായിരിക്കില്ലെങ്കിൽ സ്ത്രീകൾ അവർക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ അവർക്ക് വല്ലാത്തൊരു ഭയം പോലും അതിലുണ്ടെന്ന് എനിക്ക് മനസ്സിലാണ്. കാരണം സ്ത്രീ വർക്കേഴ്സ് ജാഥയ്ക്ക് കൊണ്ടുപോകുന്ന കുറേ ആൾക്കാരല്ലാതെ സ്ത്രീ വർക്കേഴ്സ് ഇന്ത്യ സഖ്യത്തിൽ എവിടെയുള്ളത്? മുഖ്യമന്ത്രി മമതാ ബാനർജി ഉണ്ടാവും, അത് കഴിഞ്ഞ് മറ്റൊരു സ്ത്രീ അവിടെ TMCയിൽ അത്ര വലിയ കരുത്തുള്ള ഉണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ കാണിച്ച ആൾക്കാരേ ഉള്ളൂ, സഭയിൽ നിന്ന് പുറത്താക്കലോ ഒക്കെ കാണിച്ച ആൾക്കാർ. കോൺഗ്രസ്സിന് ആരാ വനിതാ നേതാക്കന്മാരുള്ളത്? ഒരു കാലത്ത് അവർക്കുണ്ടായിരുന്നു വനിതാക്കന്മാർ. മോഹ്സിൻ നഖ്വിജുവായി ഉണ്ടായിരുന്നു, മാർഗരറ്റ് ആൽവേ ഉണ്ടായിരുന്നു, ഒന്നുമില്ലെങ്കിൽ അംബിക സോണി വരെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആ ആൾക്കാരൊക്കെ എവിടെ? ഇന്നാകെ ഒരു പ്രിയങ്ക മാത്രമല്ലേ ഉള്ളൂ വനിതാ നേതാവെന്ന് പറയാൻ. അപ്പോൾ അവരെയൊക്കെ അലട്ടുന്നുണ്ടത്. ഒന്ന് അവരുടെ സ്വന്തക്കാർക്കോ കുടുംബക്കാർക്കോ ഏറ്റവും അടുത്ത ക്ലോസ് കിച്ചൺ ക്യാബിനറ്റുകാർക്കോ സീറ്റ് കൊടുക്കേണ്ട സീറ്റ് ഇങ്ങനെ പോകുന്നുള്ളത്. രണ്ടാമത് അവരയറ്റുന്ന പ്രശ്നം അവർക്ക് സ്ത്രീകൾ അങ്ങനെ എടുത്ത് കാണിക്കാനില്ല. അതിനെക്കുറിച്ച് BJPക്ക് ഉണ്ട് സ്ത്രീകളുടെ എടുത്ത് കാണിക്കാനായിട്ട്. വർക്കേഴ്സ് ധാരാളമുണ്ട്, ലീഡേഴ്സ് ധാരാളമുണ്ട്, ഇപ്പോൾ മിനിസ്റ്റേഴ്സ് പോലും ധാരാളം ഇല്ലേ? അപ്പോൾ മറ്റേതൊക്കെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സൊക്കെ കോൺഗ്രസിൻ്റെ കാലത്ത് എത്ര പേരുണ്ടായിരുന്നു സ്ത്രീകൾ? മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ MOS ഉണ്ടാവും ധാരാളം പേര്. MOS എന്ന് പറഞ്ഞാൽ അവർക്ക് കാര്യമായിട്ടൊന്നും ഇവർ ക്യാബിനറ്റ് മിനിസ്റ്റർ ഫയൽ കൊടുത്താലേ അവർക്ക് പണിയുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അവരുടെ പരിപാടി അവരുടെ സ്വന്തം സ്റ്റേറ്റിൽ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ അതല്ലല്ലോ, ക്യാബിനറ്റ് റാങ്കിലാകും. ഒരേ സമയത്ത് എന്താ പറയുക, രാജ്യരക്ഷയും വിദേശ മന്ത്രി ഒരേ സമയത്ത് 2 സ്ത്രീകളല്ലേ കൈകാര്യം ചെയ്തിരുന്നത്. ഇപ്പോഴും ധനകാര്യം കൈകാര്യം ചെയ്യുന്നൊരു സ്ത്രീയല്ലേ, രാഷ്ട്രപതിയാക്കി കൊണ്ടുവന്നൊരു സ്ത്രീ തന്നെ. അവർ പഴയ BJP വർക്കറാണല്ലോ. അപ്പോൾ ഇവർക്കതില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. രണ്ടാമത് അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കേണ്ട സീറ്റ് സ്ത്രീകൾക്ക് വേണ്ടി മാറ്റി വയ്ക്കപ്പെടുമ്പോൾ അത് കുറയുമോ എന്നുള്ള ഭയമുണ്ട്. അതാണ് അവരുടെ പ്രശ്നം. പിന്നെ അവരെ സംബന്ധിച്ച് മോഡി ഗവൺമെൻറ് എന്തുകൊണ്ടുവന്നാലും എതിർക്കുക. ഇന്നലെ ഒരു ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ആളെന്തൊക്കെ പറഞ്ഞത്. ഓപ്പറേഷൻ സിന്ദൂർ മാജിക്കാണ്, മാജിക് മാൻ എന്ന് പ്രൈം മിനിസ്റ്ററെ വിളിക്കുന്നു. അതൊക്കെ നാട്ടു നടപ്പിലുള്ള കാര്യങ്ങളാണോ ഒരു സഭയിൽ പ്രധാനമന്ത്രി അങ്ങനെയൊക്കെ വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പോൾ ദാറ്റ് മീൻസ് അതിന് ഉചിതമായ മറുപടി മോഡി കൊടുക്കണം. ആ കൊടുത്തതും മോഡി എന്തിനാ ഊന്നുന്ന എപ്പോഴും എന്തില്ല? വിമൻസ് ബില്ലിലാണ്, വനിതാ മാപ്പ് പറയുന്നുണ്ട്, പ്രതിപക്ഷം ചെയ്തതിന് മാപ്പ് പറയുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് തന്നെ അതൊരു മാന്യതയാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത വീട്ടുകാരനത് അലോസരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഞാൻ മാപ്പ് പറയുന്നത് എൻ്റെ മാന്യമായ ഒരു രീതിയാണത്. എങ്ങനെയൊക്കെ ഉണ്ടായി, ക്ഷമിക്കണം, സോറി. ഇന്നലെ പക്ഷേ പ്രതിപക്ഷം സഭയിലേക്ക് എത്തുന്നത് ഇന്ദിരാഗാന്ധിയെയോ രാജീവ് ഗാന്ധിയെയോ പോലും അപമാനിച്ചാൽ പോലും ഒരക്ഷരം മറുത്ത് പറയരുത്, നമ്മളിത് ബില്ല് തടസ്സം നിന്നിട്ട് തന്നെ അതിന് പാസ്സാക്കാതെ തന്നെ ഇറങ്ങണം എന്നുള്ള ഒറ്റ അജണ്ടയുമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർ വളരെ വെൽ പ്ലാൻഡ് ആയിട്ടാണ് വരുന്നത്. ഈ വെൽ പ്ലാനിങ് ഉണ്ടാകും എന്നുള്ളത് സത്യത്തിൽ ഭരണപക്ഷത്തിനറിയാം. അല്ല, വെൽ പ്ലാനിങ് ഇല്ലെങ്കിൽ പോലും നമ്പർ ഇല്ലല്ലോ. നമ്മളിപ്പോൾ ലോക്സഭ അരിത്മെറ്റിക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2/3 മെജോറിറ്റി ഇല്ല ഭരണകക്ഷിക്ക്, ഭരണപക്ഷത്തിന്. ഇവർ വെൽ പ്ലാൻഡ് അല്ലെങ്കിൽ പോലും വിപ്പ് അനുസരിച്ച് അവർ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബില്ല് പരാജയപ്പെടും. ഒരു ചാൻസാണ്, ഒരു ചാൻസ് എടുക്കുകയാണ്. എന്നിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തരുത്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ശ്രമിച്ചു, അത് പരാജയപ്പെടുത്തിയത് ഈ ആൾക്കാരാണ്. അതിനുമപ്പുറം മറ്റെന്തെങ്കിലും ഒരു ലക്ഷ്യം BJPക്ക് ഉള്ളിൽ നടക്കുന്നത് പലപ്പോഴും പണ്ട് CPMനുള്ളിൽ നടക്കുന്ന വാർത്തകളെ പുറത്ത് എത്തിക്കുക എന്ന് പറയുന്നത് കുറച്ച് കഠിന പ്രയത്നമായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. CPMന്റെ കാര്യത്തിൽ നമുക്ക് മാറ്റി നിർത്തും. പക്ഷേ BJP, RSS എന്നിവയ്ക്കുള്ളിൽ നടക്കുന്ന വർക്ക് എന്താണ്, അവരുടെ ഒരു അജണ്ട, അല്ലെങ്കിൽ അവരെന്താണ് അടുത്ത ഘട്ടം ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് പുറത്തറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പലപ്പോഴായിട്ട് ജനം തന്നെ പറയുന്നുണ്ട് ഇതിന് പിന്നിൽ മറ്റെന്തോ ഉണ്ട്, അത് വരാനിരിക്കുന്നുണ്ട്, ഇതിനി കണ്ടു തന്നെ അറിയണം. കാരണം അതിൻ്റെ ഉള്ളിൽ നിന്ന്
ഒരു നീക്കം നടന്നത് കഴിഞ്ഞിട്ടല്ലാതെ ജനത്തിന് പോലും മനസ്സിലാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്രയും നിഗൂഢമായിട്ടുള്ള പദ്ധതികളൊക്കെ ഉണ്ടോ? അത് നിഗൂഢമായ പദ്ധതി എന്ന് പറയാൻ പറ്റില്ല. ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് എന്ന് പറഞ്ഞാൽ അത് ഡിസിപ്ലിൻഡ് ആയിരിക്കണം. അങ്ങാടി പാട്ടാവാൻ പാടില്ല അതിനകത്ത് നടക്കുന്ന ചിന്തകൾ. അത് പ്രോപ്പർ സമയത്ത് പ്രോപ്പർ സ്ഥലത്തെ അത് ഡിസ്കോസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഡെമോക്രസി ഒരു ഫാഴ്സായിട്ട് മാറും. തനി എന്താ പറയുക, അതിന് ഒരു പ്രഹസനമായിട്ട് മാറും. കാരണം പ്രധാനമന്ത്രി ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ആഭ്യന്തരമന്ത്രി ഏറ്റവും അടുത്ത മീഡിയക്കാരൻ ചോദിച്ചു, ഇങ്ങനെയൊക്കെ പ്രധാനമന്ത്രി ഇന്നലെ ആലോചിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറയുക. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും നടപ്പിലാവില്ല. അപ്പം അതുകൊണ്ട് ഇനി അവർക്ക് എന്തെങ്കിലും പദ്ധതി ഉണ്ടെങ്കിൽ പോലും നമുക്ക് പറയാൻ പറ്റില്ല. അത് നിഗൂഢത എന്നല്ല അതിന് പറയാം, ഡിസിപ്ലിൻ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതേത് ഓർഗനൈസേഷനും അത് ആവശ്യമാണ്. CPM ആ കെട്ടുറപ്പ് ഉണ്ടായിരുന്നത് CPM നല്ലതായിരുന്നു. ഇപ്പോൾ അതില്ലാതെ ഇപ്പോൾ അതിൻ്റെ ദോഷം അവർ അനുഭവിക്കുന്നുണ്ട്. എത്ര ആൾക്കാർ ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷന് അവരായിരുന്നു പിരിഞ്ഞു പോയി, കുറേ പേര് പോയില്ലേ. മറ്റൊരു കാര്യം കൂടി ചോദിച്ചുകൊണ്ട് ഞാൻ നിർത്താം. 2011 സെൻസസ് അനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് ഇപ്പോൾ വരുന്ന ഇത് പാസ്സായിരുന്നെങ്കിൽ 30 സീറ്റുകളോളം കിട്ടുമായിരുന്നു കേരളത്തിന്. മറിച്ച് ഇനി വരുന്ന സെൻസസ് അനുസരിച്ചിട്ടാണെങ്കിൽ അത് കുറയാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അതൊരു 15 സീറ്റിലേക്ക് ഒതുങ്ങും. അപ്പോൾ ദക്ഷിണേന്ത്യ മാത്രമാണ് ഇപ്പോൾ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ ഉത്തരേന്ത്യയെ അവർ കൈവിട്ടിട്ടുണ്ടോ? ഉത്തരേന്ത്യ അവർ എഴുതിത്തള്ളുകയല്ല, അവർക്ക് രക്ഷയില്ലാന്ന് അവരങ്ങ് അംഗീകരിച്ചു. ഇനിയിപ്പോൾ സൗത്ത് ഇന്ത്യയിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് നിൽക്കാനും അവർക്ക്, പിന്നെ മമത ഉണ്ടെങ്കിൽ ബംഗാളും, അല്ലാതെ അവർക്ക് ഇനി ഒരു പ്രതീക്ഷയില്ല. രണ്ടാമത് അവരൊന്നാലോചിക്കേണ്ടത്, BJP സംബന്ധിച്ച് ഈ സൗത്ത് ഇന്ത്യ വേണ്ടത് തന്നെയാണ്. BJP അങ്ങേറ്റം ശ്രമിക്കുന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രി ഇത്ര പ്രാവശ്യം തമിഴ്നാട്ടിലും കേരളത്തിലൊന്നും വരില്ലല്ലോ. അപ്പോൾ അവർ സ്പ്രെഡ് ചെയ്യാൻ അവരാഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കർണാടകത്തിൽ ഭരണത്തിൽ വന്നു. പക്ഷെ അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, 1977 അടിയന്തരാവസ്ഥ നിലനിർത്തിക്കൊണ്ട് നടന്ന ഇലക്ഷൻ, അത് പെട്ടെന്ന് ജനതാ പാർട്ടി പെട്ടെന്ന് തല്ലിക്കൂട്ടിയെടുത്ത സംവിധാനമാണത്. പ്രധാനപ്പെട്ട 4 കക്ഷികളും പിന്നെ പ്രാദേശിക കക്ഷികളൊക്കെ. ജനതാ പാർട്ടിയുടെ ഇലക്ഷൻ നടന്ന സമയത്ത് 1-to-1 ഇലക്ഷനായിരുന്നു. കോൺഗ്രസ് പക്ഷത്തിന് ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ കോൺഗ്രസിൻ്റെ എതിർപക്ഷത്ത് ഒരു സ്ഥാനാർത്ഥി. അപ്പോൾ കേരളത്തിലാണെങ്കിൽ CPM, അന്നത്തെ ഭാരതീയ ജനസംഘം, BJPയുടെ മുൻരൂപം, അവരൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന EMS ഒ രാജഗോപാലിന് വേണ്ടി പ്രചരണം നടത്തുന്നു. അല്ലെങ്കിൽ EMSന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ CPMൻ്റെ പ്രധാന നേതാക്കന്മാരുടെ LK അദ്വാനി വരുന്നു. ഇപ്പം RSSൻ്റെ വളരെ പ്രധാനപ്പെട്ട ചുമതലകൾ അണ്ടർഗ്രൗണ്ടിൽ പ്രവർത്തിച്ചിരുന്ന ഞാൻ പോലും ഒരു CPM കാൻഡിഡേറ്റിൻ്റെ കോർഡിനേറ്ററായിരുന്നു, ഇലക്ഷൻ കോർഡിനേറ്ററായിരുന്നു. ആ ഇലക്ഷനിൽ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ആകെ 3 സീറ്റേ കിട്ടിയുള്ളൂ ജനതാ പാർട്ടിക്ക്. എന്നിട്ട് 300-ലധികം സീറ്റ് കിട്ടി അവർ ഭരണത്തിൽ വന്നില്ലേ. അപ്പോൾ ഭാരതം ഭരിക്കണമെങ്കിൽ സൗത്ത് ഇന്ത്യ ഇല്ലാതെയും ഭരിക്കാം. സൗത്ത് ഇന്ത്യ ഭരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, ഭരിച്ച പാരമ്പര്യമുണ്ട്. അന്ന് കർണാടകത്തിലൊന്നും ഇതേപോലെ ഒന്നുമില്ല. ഇപ്പോൾ കർണാടകത്തിൽ നിന്ന് BJPക്ക് MP മാരുണ്ടല്ലോ, അന്ന് അതൊന്നും ഇല്ലല്ലോ. ഒരു കർണാടകത്തിൽ നിന്ന് ഒരാൾ, ആന്ധ്രയിൽ നിന്ന് 2 ആൾ, 3 പേരാണ് സൗത്ത് ഇന്ത്യയിൽ നിന്ന് ജയിച്ചത്. എന്നിട്ട് വൻ ഭൂരിപക്ഷത്തോട് ജനതാ പാർട്ടിക്ക് പവറിൽ വരാൻ പറ്റി. അപ്പോൾ ഈ ഇന്ത്യ സഖ്യം അതുപോലത്തെ ആൾക്കാരും സൗത്ത് ഇന്ത്യയിൽ മാത്രമേ ഞങ്ങൾക്ക് ശരണമുള്ളൂ, ബാക്കിയെല്ലാം കഴിഞ്ഞു എന്നവർ ചിന്തിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് അവർ സൗത്ത് ഇന്ത്യയെ പറ്റി ഓവറായിട്ട് കൺസേൺഡ് ആവുന്നത്. സൗത്ത് ഇന്ത്യയിലെ സീറ്റ് കുറയുമെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറയില്ല എന്ന് ഈ 2011 വെച്ചിട്ടാണെങ്കിൽ കുറയില്ലായിരുന്നു. അതവർക്ക് മനസ്സിലാക്കാൻ കഴിയണില്ല. അതല്ലെങ്കിൽ അവർ മനഃപൂർവ്വം ഇതിനെങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തണം എന്നുള്ളതിൻ്റെ പേരില്ല. അതുകൊണ്ടല്ലേ സ്ത്രീകളെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കുക, വിജയിച്ചു എന്നും പറഞ്ഞിട്ട്. ആ പാവങ്ങളുടെ അവകാശവും അവസരവും നഷ്ടപ്പെടുന്നത് അവരെ കൊണ്ട് തന്നെ ഡാൻസ് ചെയ്യിപ്പിക്കുക. അപ്പോൾ അങ്ങനെ തെരുവിൽ ഡാൻസ് ചെയ്യിപ്പിക്കുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ച് നോർത്ത് ഇന്ത്യ അവരുടെ മനസ്സിലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലേ ഇവരൊക്കെ വയനാട്ടിലൊക്കെ മത്സരിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇനി സൗത്ത് ഇന്ത്യയിൽ എന്തെങ്കിലും, ഇപ്പോൾ അതിന് സാധ്യതകളുണ്ട്. ഇപ്പോൾ DMKനെ കൂടെ നിർത്താം, ഒരു പ്രാദേശിക കക്ഷിയാണ്. പിന്നെ ഈ എത്നിക് കാര്യങ്ങൾ ഉയർത്തിക്കാട്ടുന്ന കക്ഷിയാണ്. പിന്നെ കർണാടകത്തിൽ ഓൾറെഡി അവർക്ക് നല്ലൊരു പ്രസൻസ് ഉണ്ട്. കേരളത്തിൽ ഇസ്ലാമിക് തീവ്രവാദ സംഘടനകളുടെ പിന്തുണയുണ്ട്. പിന്നെ BJP എന്നുള്ള പാർട്ടിയെ തോൽപ്പിക്കാനാണെങ്കിൽ CPM ഇവർക്ക് പരസ്പരം സഹായിക്കാനുള്ള സ്കോപ്പുണ്ട്. വോട്ട് ഷിഫ്റ്റിംഗ് അവർ ചെയ്യും.
അപ്പോൾ അതുകൊണ്ട് സൗത്ത് ഇന്ത്യയിൽ എങ്ങനെയെങ്കിലുമൊക്കെ നിൽക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്.